പോലീസ് ആസ്ഥാനത്തെ പ്രവർത്തനം താഴോട്ടെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് മറ്റൊരു ഡിജിപി യോഗേഷ് ഗുപ്തയുടെ വിമർശനം അറിയിച്ച് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന് യോഗേഷ് ഗുപ്ത കത്തു നൽകി. തന്റെ വിജിലൻസ് ക്ലിയറൻസ് അപേക്ഷ പരിഗണിക്കാത്തതിനാലാണ് വിമർശനം. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഒരു വ്യക്തിപരമായ കാരണത്തിന്റെ പേരിൽ ഇങ്ങനൊരു വിമർശനം അതാണോ പശ്ചാത്തലം? ഷഫീദ്. അനുജ, DGP യോഗേഷ് ഗുപ്തയും സർക്കാരും തമ്മിലുള്ള എതിർപ്പ് മാത്രമല്ല അദ്ദേഹത്തോടുള്ള വിയോജിപ്പടക്കം നമ്മൾ കണ്ടതാണ്. വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പൊടുന്നനെ മാറ്റുന്നതും പിന്നീട് ഫയർഫോഴ്സിലേക്ക് മാറ്റി നിയമിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിൽ ഉണ്ടാകുന്ന അതിഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളും സാഹചര്യങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷം തന്നെ പോലീസ് സംവിധാനങ്ങൾ അപ്പാടെ തകർന്നു എന്നുള്ള കുറ്റപ്പെടുത്തൽ നടത്തുന്നതിനിടെയാണ് ഒരു DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് പോലീസ് ആസ്ഥാനത്തെ പ്രവർത്തനത്തെക്കുറിച്ച് വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഒരു കത്ത് നൽകിയിട്ടുള്ളത്. അതായത് ഈ വിജിലൻസ് ക്ലിയറൻസുമായി ബന്ധപ്പെട്ട് നേരത്തെ യോഗേഷ് ഗുപ്ത സർക്കാരിനെ സമീപിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് അത് കിട്ടിയിരുന്നില്ല. പിന്നീട് വിവരാവകാശ നിയമപ്രകാരം അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ അപ്പോഴും പോലീസ് മേധാവിയുടെ അക്കാര്യത്തിലെ മറുപടി അത് നൽകാൻ കഴിയില്ല, അത് സീക്രസി സ്വഭാവത്തിൽ വരുന്ന കാര്യമാണ് എന്നുള്ളത് പറഞ്ഞായിരുന്നു. സ്വാഭാവികമായും അതിന് പിന്നാലെ ഈ യോഗേഷ് ഗുപ്ത അതിഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ റവാഡ ചന്ദ്രശേഖരന് ഒരു കത്ത് നൽകിയിട്ടുള്ളത്. ആ കത്തിൽ, ഒരു അപ്പീൽ സ്വഭാവത്തിലുള്ള കത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്ന കാര്യം ഈ രീതിയിൽ തനിക്കത് ലഭിക്കാത്തതിൽ നീതിയുടെ പ്രശ്നമുണ്ട്. മാത്രമല്ല പോലീസ് ആസ്ഥാനത്ത് അക്കാര്യങ്ങളൊന്നും കൃത്യമായ രീതിയിൽ നടപ്പാവുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ അതാണ് യോഗേഷ് ഗുപ്ത റവാഡ ചന്ദ്രശേഖരൻ നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നത്. അനുജ, പോലീസ് ആസ്ഥാനത്തെ പ്രവർത്തനം താഴേക്ക് എന്നതാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് DGP യോഗേഷ് ഗുപ്തയുടെ വിമർശനം. സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിരിക്കുന്നു. വിജിലൻസ് ക്ലിയറൻസ് അപേക്ഷ തന്റേത് പരിഗണിക്കാത്തതിലുള്ള വിമർശനം എന്ന തരത്തിലേക്കാണ് ഇതിനെ കാണേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.